ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മഞ്ഞാണ്. ഹലോ മൈ ഗൈസ്, ഇന്ന് വീട്ടിലാണെങ്കിൽ പുൽക്കൂട് ഉണ്ടാകുന്ന പരിപാടിയിലാണ്. അതിനൊരു വെള്ളച്ചാട്ടം അത്യാവശ്യമാണ്. അപ്പൊ വെള്ളച്ചാട്ടത്തിന് വേണ്ടി നമ്മുടെ അളിയൻ സാധനമൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിലുള്ള കുഞ്ഞാറ്റം എന്തോ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതൊന്ന് കേട്ട് നോക്ക്. വീഡിയോ കാണുന്നെല്ലാരും കമന്റ് ചെയ്യണില്ലല്ലേ? ഇച്ചാപ്പി ഇച്ചാപ്പി കുഞ്ഞാറ്റം എന്തൊക്കെ പറയണ കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുൽക്കൂട്ടിൽ ഉണ്ണേശ്വല്ലാണ്ട് വേറെ ഒരാളാട്ടാ. അവനെ കൊണ്ട് എന്നെയൊക്കെ പണിയെടുപ്പിച്ചല്ല, കല്ലൊക്കെ പെറുക്കി അങ്ങോട്ട് വെപ്പിച്ച്. അല്ലാണ്ട് നമ്മൾ വിടുവോ? നമ്മുടെ സുട്ടാപ്പി ഉണ്ടാ, ഇങ്ങനെ സുണ്ടാപ്പി ഏത് സുട്ടുറാപ്പി. അപ്പൊ സുട്ടാപ്പിന്റെ നേരെ നമ്മുടെ പുൽക്കൂട്ടിൽ വെച്ചിട്ട് നമ്മൾ നേരെ പുൽക്കൂട്ടിൽ വൈക്കോല് സെറ്റ് ചെയ്യണോണ്ടാ. വൈക്കോല് സെറ്റ് ചെയ്യണ ഇടയില നമ്മുടെ നായം വന്നിട്ടാ. ആര്? നമ്മുടെ സുട്ടുറാപ്പി. ഇവർ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നോക്കിക്കേണ്ട. പൊന്നു മോനെ അവിടെ ഇരുന്നോ, നമ്മൾ ചെയ്തോളാം എന്ന് അവനെ മാറ്റിയിരുത്തിട്ടാ. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിനുണ്ടെങ്കിൽ നമ്മുടെ പുൽക്കൂട് വെറുതെ വേറെ ലെവലായിട്ടാ. നമ്മൾ വിചാരണക്കാളും സെറ്റപ്പായിട്ട് നമ്മുടെ പുൽക്കൂട്. ഈ പുകവൻ എന്താണെന്ന് അറിയില്ലേ? നമ്മൊരു സാധനം വെച്ചിട്ടുണ്ടാ, വെള്ളം വീണ പുകവന്റെ സാധനം. ഒരു 4-5 മണിക്കൂറത്തെ കഷ്ടപ്പെടാണ്ട ഈ പുൽക്കൂട്. അപ്പൊ പുൽക്കൂട് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കി, പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. അങ്ങനെ പുൽക്കൂടൊക്കെ സെറ്റപ്പ് ചെയ്ത് നമ്മ നേരെ പോയത് ഇച്ചാപ്പിക്ക് ഡ്രസ്സ് വാങ്ങാൻ. ഏത്? പപ്പാന്റെ ഡ്രസ്സേ. ചെക്കനിന്ന് കരോളിനോടാണ്. ഈ ഒരു പ്രായത്തില് അമ്മടെ നൈറ്റ് വാങ്ങി വയറിലൊരു തലോണും വെച്ച് കരോളിന് പോയ ടീംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ കൂടി പറയട്ടാ. അങ്ങനെ ഇച്ചാപ്പിക്ക് ഡ്രസ്സ് വാങ്ങി നമ്മ നേരെ കരോളിലേക്ക് ഇറങ്ങിയട്ടാ. പിള്ളേരൊക്കെ ഒരേ പൊള്ളി. ഇത് നിങ്ങൾക്ക് കണ്ടു നോക്കട്ടെ കുറച്ചു നേരം. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ, ബൈ ബൈ. ബൈ.